നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഫെബ്രുവരി മാസം 7-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരുന്ന ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഈ മാസം 12-ാം തീയതി വ്യാഴാഴ്ച രാജ്യവ്യാപകമായിട്ട് നടക്കുന്ന ദേശീയ പണിമുടക്കിൽ കേരളം പൂർണ്ണമായിട്ട് നിശ്ചലമാകും. അധ്യാപകരും വിദ്യാർത്ഥി സംഘടനകളും സമരത്തിൽ പങ്കുചേരുമെന്ന് പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അന്ന് പ്രവർത്തിക്കില്ല. CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 10 കേന്ദ്ര തൊഴിലാളി സംഘടനകളും വിവിധ ഫെഡറേഷനുകളും ബാങ്ക്, ഇൻഷുറൻസ് ജീവനക്കാരും ചേർന്ന് ഡൽഹിയിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. കർഷക മോർച്ച, മഹിളാ യുവജന സംഘടനകൾ എന്നിവരും സമരത്തിന്റെ ഭാഗമാകും. കശുവണ്ടി, കയർ, കൈത്തറി തുടങ്ങിയ പരമ്പരാഗത മേഖലകൾ മുതൽ IT, ടെലികോം, മോട്ടോർ വാഹനങ്ങൾ, നിർമ്മാണ മേഖല, ലോട്ടറി, തൊഴിലുറപ്പ് തുടങ്ങിയ എല്ലാ തൊഴിൽ രംഗത്തുള്ളവരും 24 മണിക്കൂർ പണിമുടക്കിൽ അണിനിരക്കും. വ്യാപാര സ്ഥാപനങ്ങളും കടകമ്പോളങ്ങളും ഒക്കെ തന്നെ അടഞ്ഞു കിടക്കുമെന്നും പത്ര മാധ്യമ ജീവനക്കാരും ഒക്കെ തന്നെ സമരത്തിൽ പങ്കുചേരുമെന്നും സംഘടനകൾ അറിയിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിനം 5 ദിവസമാക്കുന്നത് തത്വത്തിൽ അംഗീകരിച്ച് സർവീസ് സംഘടനകൾ. പ്രവൃത്തി ദിവസം കൂട്ടുന്ന കാര്യവും അംഗീകരിച്ചു. പൊതു അവധിയും കാഷ്വൽ ലീവും ചുരുക്കാൻ അനുവദിക്കില്ലെന്ന് ചീഫ് സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിൽ സംഘടനാ പ്രതിനിധികൾ നിലപാടെടുത്തു. സർവീസ് സംഘടനകളുമായിട്ട് പ്രാഥമിക ചർച്ചയാണ് ഇന്നലെ നടന്നത്. പ്രവൃത്തി ദിനം കുറയ്ക്കുന്നതിൽ അന്തിമ തീരുമാനം ആയിട്ടില്ല. ചീഫ് സെക്രട്ടറി വിളിച്ച ഓൺലൈൻ യോഗത്തിലാണ് സർവീസ് സംഘടനാ പ്രതിനിധികൾ അനുകൂല പ്രതികരണം നടത്തിയത്. പ്രവൃത്തി ദിനം കുറയ്ക്കുമ്പോൾ ജോലി സമയം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യത്തോടും സർവീസ് സംഘടനകൾക്ക് അനുകൂല നിലപാടാണ്. അതേസമയം ആരോഗ്യ മേഖലയിലെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പ്രത്യേകം പരിഗണിക്കണമെന്നും സർവീസ് സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, വീട്ടമ്മ പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷിച്ചവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിലവിൽ സമർപ്പിച്ച പല അപേക്ഷകളും രേഖകളിലെ പൊരുത്തക്കേടുകൾ കാരണം ഇപ്പോൾ മടങ്ങി വരുന്ന റിട്ടേൺ സാഹചര്യമൊക്കെ തന്നെ നിലവിലുണ്ട്. അപേക്ഷയിൽ നൽകിയ പേരും സമർപ്പിച്ച രേഖകളിലെ പേരും തമ്മിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും അപേക്ഷകൾ നിരസിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം സാങ്കേതിക തടസ്സങ്ങൾ നേരിടുന്നവർക്കായിട്ട് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഒരു ഇളവ് അനുവദിച്ചിട്ടുണ്ട്. രേഖകളിൽ പേര് വ്യത്യാസമായവരൊക്കെ തന്നെ 1 and same സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ അപേക്ഷകൾ അപ്രൂവ് ആക്കുന്നതാണ്. അതിനാൽ തന്നെ അപേക്ഷകർ ഉടൻ തന്നെ തങ്ങളുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് കൃത്യമായി പരിശോധിക്കേണ്ടതാണ്. സ്റ്റാറ്റസിൽ സബ്മിറ്റഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിലവിൽ മറ്റ് പ്രശ്നങ്ങളില്ല. എന്നാൽ റിട്ടേൺ ടു സിറ്റിസൺ എന്നാണ് കാണിക്കുന്നതെങ്കിൽ രേഖകൾ കൃത്യമായി പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തുകയോ 1 and same സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. വെരിഫിക്കേഷൻ നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുന്നതിനാൽ തന്നെ ഗുണഭോക്താക്കൾ എത്രയും വേഗം തന്നെ ഈ കാര്യങ്ങൾ പൂർത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കായിട്ട് ഇതാ ഒരു സുപ്രധാന അറിയിപ്പ് വന്നിരിക്കുകയാണ്. ഫെബ്രുവരിയിലെ വിതരണ നടപടികൾ ഈ മാസം 20-ാം തീയതിക്ക് ശേഷം ആരംഭിക്കുമെന്നും 25-ാം തീയതിയോടെ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും നേരിട്ടുമൊക്കെ തന്നെ തുക എത്തി തുടങ്ങുമെന്നുമാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇനി മുതൽ എല്ലാ മാസവും 20-നും 30-നും ഇടയിലുള്ള തീയതികൾ തന്നെയായിരിക്കും പെൻഷന്റെ വിതരണം പൂർത്തിയാക്കാൻ സർക്കാർ ലക്ഷ്യമിടുക. സംസ്ഥാനത്തെ പെൻഷൻ വിതരണം തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് സർക്കാർ ഏകദേശം 14,500 കോടി രൂപയുടെ പ്രത്യേക ഫണ്ട് ഇപ്പോൾ നീക്കിവച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ രേഖാസമർപ്പണത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ അനിവാര്യമാണ്. വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവയൊക്കെ കൈപ്പറ്റുന്ന 60 വയസ്സിൽ താഴെയുള്ളവർ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റും ആധാറിൻ്റെ കോപ്പിയും ഹാജരാക്കേണ്ടതുണ്ട്. കൂടാതെ ഇതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവരുമൊക്കെ തന്നെ പെൻഷൻ മുടങ്ങാതിരിക്കാൻ അടിയന്തരമായി തന്നെ അത് സമർപ്പിക്കേണ്ടതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് നേരിയ ആശ്വാസമായിട്ട് ഇടിവുമായെത്തിയ സ്വർണ്ണവില കുതിക്കുകയാണ്. വെള്ളിയാഴ്ച ഫെബ്രുവരി 6-ാം തീയതി രാവിലെ വിലയിൽ കുറവ് രേഖപ്പെടുത്തിയ സ്വർണ്ണമാണ് ഉച്ചയ്ക്ക് വർദ്ധിച്ചത്. രാവിലെ 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 190 രൂപ കുറഞ്ഞ് 13,965 രൂപയും പവന് 1,520 രൂപ കുറഞ്ഞ് 1,11,720 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. ഉച്ചയ്ക്ക് 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 125 രൂപ കൂടി 14,090 രൂപയും പവന് 1000 രൂപ കൂടി 1,12,720 രൂപയിലുമാണ് പിന്നീട് വ്യാപാരം പുരോഗമിച്ചത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. ഇതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.